السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ളേ സത്യവിശ്വാസിനിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമത്തെ നിർദ്ദേശനത്തെ ಜೀವನದ ಎಲ್ಲಾ ಭಾಗದಲ್ಲೂ ಅಲ್ಲಾಹುವೆ ಸೂಕ್ಷಿಟ್ಟಿಟ್ಟು ಜೀವನಾಕನು ಸ್ವಂತ ನಫ್ಸರೆ ಮರಕಂಟೆ ಓರೋತ್ತಟ್ಟಿಗೆ ಉಪದೇಶ ಹಾಕಿಂಟಿಲ್ಲ, ವಸಿಯತ್ ಹಾಕಿಂಟಿಲ್ಲ. ಜೀವನದ ಎಲ್ಲಾ ಘಟ್ಟದಲ್ಲೂ ಅಲ್ಲಾಹುವೆ ನಿಯಮത്തെ നിർദ്ദേശനത്തെ പാലനാക്കി ജീവനാക്കുന്ന യഥാർത്ഥ മുത്തഖ്മാരുടെ കൂട്ടത്തില് അല്ലാഹു ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് അനുഗ്രഹിക്കട്ടെ. തിരുസത്തെ സത്യവിശ്വാസിമാരെ, ഇന്നത്തെ ഖുതുബത്തെ വിഷയ സകാത്ത് ചൊല്ലതൈത്തിക്കറ്. ഇസ്ലാം കാര്യത്തെ അല്ലെങ്കിൽ ഇസ്ലാം ആധാര സ്തംഭത്തെ മൂന്നാമത്തെ ഒരു കാര്യമൈത്തിക്കറ് സകാത്ത് ചൊല്ലത്. ഇതൊരു ഇബാദത്തൈത്തിക്കറ്. സകാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമാജത്തില് ദുർബലമാർഗം കഷ്ടം അനുഭവിച്ചവർക്ക് സംരക്ഷണയിട്ട് ഇസ്ലാം പഠിപ്പാൽ തന്നെ സുലഭമായ ഒരു വിധാനം എത്തിക്കുന്നു. അള്ളാഹു പഠിപ്പാൽ തന്നെ ഒരു ആർത്ഥിക വ്യവസ്ഥ എത്തിക്കരുത് സക്കാത്ത് ചൊല്ലിയത്. ദുനിയാവിൽ രണ്ട് നമുക്കുള്ള ആർത്ഥിക വ്യവസ്ഥ ഉണ്ട്. ഒന്നോ മനുഷ്യൻ പഠിപ്പാൽ തന്നെ ആർത്ഥിക വ്യവസ്ഥ, പിന്നൊന്നോ അള്ളാഹു പഠിപ്പാൽ തന്നെ ആർത്ഥിക വ്യവസ്ഥ. മനുഷ്യൻ പഠിപ്പാൽ തന്നെ ആർത്ഥിക വ്യവസ്ഥയില് മനുഷ്യൻ എപ്പോഴും കടകാരനൈറ്റേ ഇക്കോണം. അതായത് ನಂಗೆ ಗೊತ್ತುಂಡು, ಬ್ಯಾಂಕಿಲು ಲೋನ್ ತಂಡು ಆರ್ಥಿಕ ವ್ಯವಸ್ಥೆ ಚೊಂತೈತಿಕ್ಕಿರ ಅದು ಅರಿಯಲ್ಪಟ್ರೆ, മനുഷ്യക്ക് സുലഭ ചൊന്തൈത്തിക്ക് അറിയൽപട്ടെ. എന്നെങ്കിലും ഇത്തരത്തിലുള്ള ബാങ്കിങ് ലോൺ കൊടുക്കുമ്പോ അത് എത്ര മാത്രമേ കൊടുക്കുകയുള്ളതല്ല, ബദലായിട്ട് അത് തിരിച്ചിട്ട് കെട്ടിട്ട് പൂർണ്ണാകുമ്പോ ചിലപ്പോ എടുത്തതിനെ കാണിട്ട് ഡബിൾ ആയിട്ട് തീരും. ഇന്ന് എടുത്തത് കെട്ടുകായില്ലെങ്ക ಅದರ ಮೇಲೆ ಪಾಡಂ ಚಕ್ರ ಬಡ್ಡಿ ಚೊತ್ತು ಬಡ್ಡಿಂಗಲ ಮೇಲೆ ಬಡ್ಡಿ ಅಂಗ ಇಟ್ರೋಡು ಎಂತ ಅವಸಾನ ಕೆಟ್ಟ ಅಂಟಾಂಬೋ ಆ ಔತೆಂಗಲೆ ಔತಿರ್ಲಿಂತ ಪರ್ತಿಟ್ಟಿಟ್ಟು
അവസാന ആ ഔത്തങ്ക് അവ ഇല്ലാണ്ട് നഷ്ടപ്പെട്ടത് എത്രമാണ് ഞങ്ങൾ ചുറ്റുമുത്തൽ കാണുകിട്ടത്. ഇത് മനുഷ്യനുണ്ടാക്കിയ ഒരു ആർത്ഥിക വ്യവസ്ഥ എത്തിക്കരുത്. ഇതില് ಇನ್ನೊರ್ತಗೆ ಉಪಕರಿக்கிறಲ್ಲ, ಬದಲಾಯ್ತು ಸ್ವಯಂ ಲಾಭ ನೋಕದ ಎತ್ತಿಕ್ಕರು. എന്നെങ്കിലും സകാത്ത് ചൊല്ല ആർത്ഥിക വ്യവസ്ഥ രണ്ട് ഭാഗത്തിൽ ലാഭ എത്തിക്കും. ഒന്ന് കൊടുക്കുന്നവനുക്കും ലാഭമുണ്ട്, എടുക്കുന്നവനുക്കും ലാഭമുണ്ട്. അപ്പൊ ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാട്ടൻ ഈ സകാത്ത് ചൊല്ല ആർത്ഥിക വ്യവസ്ഥയില് മനുഷ്യൻ കടത്തിൽ നിന്ന് അവൻ മേൽ പറഞ്ഞു, അവന്റെ കഷ്ട ജീവിതത്തിൽ നിന്ന് പ്രയാസ ജീവിതത്തിൽ നിന്ന് മേൽ പറഞ്ഞുകൊള്ള ഒരു വ്യവസ്ഥ എത്തിക്കുന്നത് ആർത്ഥിക വ്യവസ്ഥ എത്തിക്കുന്നത് സകാത്ത് ചൊല്ലത്. അതുകൊണ്ട് ഖുർആൻ നിസ്കാരത്തെ ചൊല്ലുമ്പോ അതിനെ മുട്ടവെ അള്ളാഹു സുബ്ഹാനഹു വ തആല സകാത്തിന്റെ വിഷയം ചൊന്ന, വഅഖീമുസ്സലാത്ത വആത്തുസ്സകാ, നിങ്ങൾ നിസ്കാരത്തെ നിലനിൽപ്പാട്ടോറു അതേപോലെ സകാത്ത് നിങ്ങൾ കൊടുക്കോറു. ചെമ്മത്തെ ആൾമാർ ഞങ്ങൾ കാണോക്കിട്ടത് അങ്ങ ഇബാദത്തെല്ലാം അനുഷ്ഠിക്കുന്നോರು, എല്ലാ ഇബാദത്ത് അനുഷ്ഠിക്കുന്നോರು, നിസ്കരിക്കുന്നോರು, അതിലൊരു യാറോ കൂടിയാക്കില്ല. എല്ലാ രൂപത്തില് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ഇങ്ങനെ കൊടുക്കുന്ന വിഷയം വരുമ്പോ ചെമ്മത്തെ ആൾമാർ പെറവ് പോണ്ടോ. പെറവ് പോണ്ട് എന്ത് ചൊല്ലിട്ടായെങ്കിൽ നാനിവിടെ കൊടുത്തിട്ടായെങ്കിൽ നന്റെ സമ്പത്തിൽ കൊറടിയായിട്ട് പോച്ചൊന്നില്ല പേടിയായിത്തേക്ക്. ഏത് ഈ സക്കാത്ത് വിഷയം ನಾನು ನನ್ನ ಸಂಪತ್ತಿಲಿಂತ ಕಣಕ್ಕಾಕಿ ನಾನು ಜಕಾತ್ ಕೊಡ್ತೇಂಟಾയെങ്കിൽ എവിടെ നക്ക് ഭാവി ജീവിതത്തിൽ ദാരിദ്ര്യം വരും ആവുള്ളവർ പേടിക്കൊണ്ട് പല ആൾമാർ കൊടുക്കാണ്ട് അത് എന്താക്കിയോറു അങ്ങനെ മുട്ടമേ പിച്ചു. അതുകൊണ്ട് ഇണ്ട് ഞങ്ങളെ സമുദായത്തില് മുസ്ലിമീങ്ങളെ കൂട്ടത്തില് പൈസക്കാർമാരുള്ളവർ ധനിക്കന്മാരുള്ളവർ, ആ ധനിക്കന്മാർ കൂട്ടത്തില് അങ്ങ എല്ലാരും അനക്കെന്തൊക്കെ ലാഭദായകമായിട്ട് ബന്ധത്തുള്ള വിഷയമുണ്ടാ അതിലൊക്കെ കൃത്യമായിട്ട് സകാത്തായിട്ട് കൊടുത്തു തിന്നുണ്ടെങ്കിൽ സമുദായത്തിൽ ഒരാളും കഷ്ടപ്പെട്ടങ്ങ ഉണ്ടാവില്ല. ഇത് അള്ളാഹു പഠിപ്പാത്തന്നെ. സമുദായത്തില് ഒരു അബ്ബം ഒരു പല്ലിന് ലെറ്റർ വെച്ച് തന്റെ മോള് പോയിട്ട് മങ്ങിലത്ത് പോയിട്ട് തിയേറ്റർ പോലത്തെ അവസ്ഥ കടന്നു പണ്ടില്ല. ഒരാളും നക്കൊരു അവ ഉണ്ടാക്കി ചൊല്ലിട്ട് ബേഗിനെ പോലത്തെ അവസ്ഥ ഉണ്ടാവില്ല. ഒരാളിനൊക്കെ ആഹാര തരം ചൊല്ലി കേൾക്കുന്ന പോലത്തെ അവസ്ഥ ഉണ്ടാവില്ല. അത് സ്വഹാബത്തിന്റെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കാണാൻ കിട്ടും. എത്ര സ്വഹാബിമാരെ ഖിലാഫത്ത് സമയത്തിൽ പോലും അവിടെ സക്കാത്ത് എടുക്കുക ആളില്ലാണ്ട് ആ കടന്നുപോയ ചരിത്രം ഞങ്ങളുടെ മുന്നിലുണ്ട്. സക്കാത്ത് എടുക്കുക ആൾമാരില്ല, കാരണം അത്രമാത്രം സമൃദ്ധി എത്തിക്കരുത്. അപ്പൊ അതുകൊണ്ട് കൊടുക്കണോ ചില ആൾമാർ മാത്രമേ അള്ളാഹുടെ ഭയപ്പെട്ടിട്ട് അള്ളാഹുടെ മേൽ വിശ്വാസമില്ല ആൾമാർ ചില ആൾമാർ കൊടുക്കും. എത്ര ഉണ്ടെങ്കിൽ കൊടുക്കണോ, എത്ര കൊടുക്കും സാധ്യമാണോ? എല്ലാരും അത് കൃത്യമായ രൂപത്തില് കണക്കാക്കുന്ന രൂപത്തിൽ കണക്കാക്കിയിട്ട് കൊടുത്തിട്ടായെങ്കിൽ ഞങ്ങള് സമുദായം കഷ്ടപ്പെടുകയില്ല. അത് ഞങ്ങൾ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കും. എന്നെ ചില ആൾമാർ കൊടുക്കില്ല, കാരണം എന്റെ അങ്ക് പേടിയെത്തിക്കരുത്. എവിടെ ഞങ്ങൾക്ക് ദാരിദ്ര്യം വരും, നന്റെ പെൺമക്കൊണ്ട് മങ്ങിലാവൂ. ഇപ്പൊ ഞാൻ ഇതെല്ലാം കൊടുത്തിട്ടായെങ്കിൽ ഇന്ന് എന്തായിട്ടിരിക്കുന്ന എന്റെ അവസ്ഥ ഈ പേടി ഉണ്ടല്ലേ, ഇത് ശൈത്താൻ ഞങ്ങൾ മനസ്സിൽ ഉണ്ടാക്കുന്ന ഒരു പേടി എത്തിക്കരുത്. ഇത് ഞാൻ ചൊല്ലിയതല്ല, അള്ളാഹു അവന്റെ ഖുർആനിലൂടെ ഞങ്ങൾക്ക് പഠിപ്പാത്തന്റെ വിഷയം എത്തിക്കരുത്. അശ്ശൈത്താനു യഈദുകുമുൽ ഫഖറ വയഅമുറുകും ബിൽ ഫഹ്ശാഹി. ശൈത്താൻ നിങ്ങൾക്ക് ദാരിദ്ര്യത്തെ പേടിപ്പാറ്റ. അല്ലാഹു സുബ്ഹാനഹു വ തആല അശ്ശൈത്താനു യഈദുകുമുൽ ഫഖറ, ശൈത്താൻ നിങ്ങൾക്ക് ഫഖർ ചൊല്ലെങ്കിൽ ദാരിദ്ര്യത്തെ നിങ്ങൾക്ക് പേടിപ്പാറ്റ. അതായത് ഈ സക്കാത്ത് പൈസ കണക്കാക്കി കൊടുത്തിട്ടായെങ്കിൽ നക്ക് കഷ്ട വരൂ, നക്ക് ബുദ്ധിമുട്ട് വരൂ, പ്രയാസ വരൂ, നന്റെ ഫ്യൂച്ചർ കഷ്ടായിട്ട് പോവൂ, നന്റെ സമ്പത്തിൽ കൊറടിയാവൂ. ഇങ്ങനത്തെ ഭയപ്പാട് ആരുണ്ടാക്കുക? ശൈത്താൻ ഉണ്ടാക്കുക. കൊടുക്കോ വിടില്ല. കാരണം ശൈത്താൻ ആറ് നിങ്ങൾ വ്യക്തമായ ശത്രു ഉണ്ട്. ആറ് വഴി പറ്റുന്നത് അള്ളാഹു വഴി പറ്റുന്നത്. മനുഷ്യർക്ക് ഒരേ ഒരു ശത്രു ആയിട്ടില്ല ശൈത്താൻ, അല്ലേ? അവൻ തീർച്ചയായിട്ടും നിങ്ങൾ നരകത്ത് പോകേണ്ട എന്തൊക്കെ കാര്യമുണ്ടാ അതൊക്കെ വേണ്ടിട്ട് നിങ്ങൾ പ്രേരപ്പെടുത്തണ്ട. അപ്പൊ സക്കാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എവിടെ പോണ്ടത്? അത് സ്വർഗത്ത് പോണ്ടത്. കൊടുത്തില്ലെങ്കിൽ എവിടെ പോണ്ടത്? നരകത്ത് പോണ്ടത്. അപ്പൊ ആ ശൈത്താൻ വന്നിട്ട് ഞങ്ങൾക്ക് ഫക്കീർ തന്നത്തെ പേടിപ്പാറ്റ എന്നെങ്കിൽ അതേ ശൈത്താന്റെ ഒരു സ്വഭാവം അല്ലാഹു അതേ ആയത്തിൽ പഠിപ്പാറ്റണ്ട. വയഅമുറുകും ബിൽ ഫഹ്ശാഹി എന്നെങ്കിൽ അതേ ശൈത്താന് ഞങ്ങളെന്തായെങ്കിലും ഞങ്ങളെ സമ്പത്തിനെ ബെടുക്ക് തരത്ത് ഉപയോഗമാക്കുമ്പോ അവിടെ ഒരു പേടിപ്പെടുത്തുള്ളവന്റെ ഭാഗത്ത് ഉണ്ടാവില്ല. മനസ്സിലാക്കണം. അള്ളാഹു പഠിപ്പാറ്റന്റെ വിഷയത്തേക്ക് ശൈത്താന്റെ വിഷയ
കൊടുക്കുമ്പോ നല്ലതിനെ കൊടുക്കുമ്പോ പേടിപ്പെടുത്തറ എന്നെ അതേ സമ്പത്ത് ഞാൻ എന്തൊട്ട് പേരക്ക് ഇസ്രാഫാക്കുക എന്നിട്ട് ഏത് ಬೆಡಕು മാർഗത്തെ ഞാൻ ചെലവാക്കുന്നുണ്ടാവോ അവര് ശൈത്താൻ മണ്ടില്ല കാരണം അവனுக்கு പേനായത് ഏത് அதை എത്തിക്കരുത് ശൈത്താനുக்கு പേനായത് அதை എത്തിക്കരുത് എന്ന് അല്ലാഹു ആയത്തിൽ ചൊല്ലേ വല്ലാഹു യഈദുകുമുൽ മഗ്ഫിറ അല്ലാഹു നിങ്ങൾക്ക് മഗ്ഫിറത്തെ പാപ വിമോചനം തണ്ട മിൻഹു ഫളൻ അവന്റെ പക്കലുള്ള ഫളലുടെ അല്ലാഹു തണ്ട വല്ലാഹു വാസിഉൻ അലീം വാസിഉ ചൊല്ലെങ്കിൽ അല്ലാഹു വിശാലനൈത്തിക്കറ അല്ലാഹുടെ ഖജനാവ് വലിയതൈത്തിക്കറ് ഒരിക്കലും തീരാത്തത്ര വലിയ ഖജനാവൈത്തിക്കറ അല്ലാഹുവിനുള്ളത് അല്ലാഹു ചൊല്ലേ ನಾನು വാസിയായിത്തിക്കറ ನಾನು വിശാലനൈത്തിക്കറ അതുകൊണ്ട് കൊടുക്കോറു നിങ്ങ അല്ലാഹു ചൊല്ലേ നിങ്ങൾ കൊടുക്കോറു തണ്ടന് മാത്രമല്ല നിങ്ങൾക്ക് മഗ്ഫിറത്ത് തണ്ട പാപ വിമോചനം ഉണ്ട് അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തണ്ട അല്ലാഹു തൃപ്തിപ്പെട്ട നിലയ്ക്ക് ചെലവാക്കിയ അപ്പൊ ഇതൈത്തിക്കറ് ഞങ്ങൾ മനസ്സിലാക്കൂല്ലേ സഹോദരന്മാരെ ഈ പള്ളിയിൽ കൂടിയിട്ടുള്ള എന്റെ പിടിച്ച സഹോദരന്മാരെ ഞങ്ങൾ ആരെങ്കിലും ഈ സക്കാത്ത് കൊടുക്കുക അതായത് ഈ ഞങ്ങളുടെ സമ്പത്തിൽ സക്കാത്ത് ആ കൊടുക്കുന്ന നിസാബ് എത്തേണ്ടെങ്കിൽ തീർച്ചയായിട്ട് കൊടുക്കണം ഒരു ഭയപ്പാടും വേണ്ടതില് ഒരു പേടിപ്പാടും ഞങ്ങൾക്ക് വേണ്ട അങ്ങനെ ഭയപ്പാട് പണ്ടിട്ടെങ്കിൽ അത് ശൈത്താനൈത്തിക്കര് അല്ലാഹു അല്ല അല്ലാഹു ചൊല്ലി കൊടുക്കും ഞാൻ വിശാലനൈത്തിക്കര എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മാർഗത്തില് ചെലവാക്കുന്ന ഒരു ഉദാഹരണം ഖുർആനിൽ പഠിപ്പാടുത്തണ്ട അള്ളാഹുടെ മാർഗത്തില് അത് ഏത് രൂപത്തിലാവട്ടെ അള്ളാഹു തൃപ്തിപ്പെട്ട നിലയ്ക്ക് ഞങ്ങളെ സമ്പത്തിന് സക്കാത്താവട്ടെ സ്വതക്ക രൂപത്തിലാവട്ടെ കൊടുത്തുണ്ടായെങ്കിൽ അങ്ങനെ ഒരു ഉദാഹരണം അള്ളാഹു പഠിപ്പാത്തണ്ട മസലുല്ലദീന യുൻഫിഖു അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ അള്ളാഹു പഠിപ്പാത്തണ്ട അള്ളാഹുടെ മാർഗത്തിൽ തങ്ങളെ സമ്പത്തിനെ ഖർച്ചാക്കളെ ഒരു ഉപമ ഒരു ഉദാഹരണ കമസലി ഹബ്ബത്തിൻ ഒരു ധാന്യത്തെ പോലെ എത്തിക്കരുത് ധാന്യ ആ ധാന്യത്തെ പോലെ എത്തിക്കരുത് അള്ളാഹു സുബ്ഹാനഹു പഠിപ്പാത്തന്റെ അംബതത സബഅ സനാബില ഫീ കുല്ലി സുംബുലത്തി മിഅതു ഹബ്ബ ആ ധാന്യത്തിൽ നിന്ന് 7 തെന പുറത്താവുണ്ട് അള്ളാഹു സുബ്ഹാനഹു ചൊല്ലേ ഇത്ര ഒരു ധാന്യത്തിക്ക് ഒരു ബിത്തൈത്തിക്ക് ഇത്ര അതിൽ നിന്ന് അള്ളാഹു ചൊല്ലേ എത്ര അമ്പത്തത്ത് സബാസനാബില 7 തെനങ്ങ ഉത്പാദനയ്ക്ക് 7 ഗെല്ലുങ്ങ ഇങ്ങനെ വന്ന് ആ ബിത്തിൽ ഒരു ബിത്തിൽ എന്ത് അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ ഓരോ തെനയിൽ 100 കായ് എത്തിക്കരുത് ഇത്ര ഒരു കായ് അതിൽ എത്ര തെന പുറത്തേക്ക് 7 തെന പുറത്തേക്ക് ഓരോ തെനയിൽ എത്ര കായങ്ങ 100 കായങ്ങ അതായത് 700 പട്ടത്ര അല്ലാഹു കൊടുത്ത തിരിച്ചു കൊടുക്കും അല്ലാഹു 700 കൊടുത്തവരു ഇത്ര ഉദ്ദേശിച്ച 10 രൂപ അല്ലാഹു തിരിച്ചു കൊടുക്കുമ്പോ ഡബിൾ ആയിട്ട് കൊടുക്കണം അല്ലാഹു ആയത്ത് അവസാനിപ്പിക്കണേ വല്ലാഹു യുളാഇഫു ലിമൻ യശാഉ അല്ലാഹു താൻ ഉദ്ദേശിച്ചെങ്കിൽ ഇമ്മടിയായിട്ട് കൊടുക്കുറാ ദാർ ചൊല്ലേ ഏതെങ്കിലും ഒരു ബാങ്ക് ചൊല്ലല്ല ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ചൊല്ലല്ല മലിക്കുൽ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മാർഗത്തിൽ തങ്ങളെ സമ്പത്ത് ചെലവാക്കുന്നങ്ങളെ ഉദാഹരണം ചൊന്ന അല്ലാഹു ചൊല്ല പലക വല്ലാഹു യുളായിഫു ലിമൻ യശാഉ അല്ലാഹു താൻ ഉദ്ദേശിച്ചെങ്കിൽ ഡബിൾ ആയിട്ട് കൊടുക്കുറാ വല്ലാഹു വാസിഉൻ അലീം ഊടമല്ല ചൊന്ന ഞാൻ വിശാലനൈത്തിക്കര എല്ലാം അറിവുള്ളവനൈത്തിക്കര എല്ലാം അറിയുന്നവനൈത്തിക്കര അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് മാന്യ സഹോദരന്മാരെ സക്കാത്ത് വിഷയത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുമ്പോ ഒന്നാമത്തെ ഞങ്ങൾ മനസ്സിലാക്കൂല്ലത് ഈ സക്കാത്ത് പൈസ കൊടുക്കുമ്പോ അല്ലെങ്കിൽ സ്വതക്ക കൊടുക്കുമ്പോ അല്ലെങ്കിൽ അള്ളാന്റെ മാർഗം തൃപ്തിപ്പെട്ടു കൊടുക്കുമ്പോ ഒരു ഭയപ്പാട് വേണ്ട വിശുദ്ധ ഖുർആൻ കേട്ടില്ലേ അള്ളാഹു കേക്കറേ മന്ദല്ലദി യഖ്റിലുല്ലാഹ ഖർദൻ ഹസന ആറുള്ളോരു അള്ളാഹു കേക്കറേ പ്രശ്ന കേക്കറേ മന്ദല്ലദി യഖ്റിലുല്ലാഹ ഖർദൻ ഹസന ആറുള്ളോരു ശ്രേഷ്ഠമായ അള്ളാഹുക്ക് കട കൊടുക്കുറങ്ങ അള്ളാഹുക്ക് കട കൊടുക്കുറങ്ങ ആർക്ക് കട കൊടുക്കണേ അള്ളാഹു ശ്രേഷ്ഠമായ കട കൊടുക്കുറങ്ങ ആറുള്ളോരു അങ്ങനെ കൊടുത്തേണ്ടായെങ്കിൽ ഊടെ അതേ അള്ള ചൊല്ലേ ഞാൻ ഡബിളായിട്ട് തിരിച്ചു തന്നെ നിങ്ങൾക്ക് ഒരു ഭയപ്പാട് വേണ്ട നിങ്ങൾക്ക് അതില് ഒരു പേടിയും വേണ്ട വലഹു അജ്റൻ കരീമ അത്യുന്നതമായ പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് തന്റെ എന്താ നക്ക് കട തുറന്നു അള്ളാഹു കട എങ്ങനെ അള്ളാഹു കട കൊടുക്കരുത് ഇങ്ങനെ എത്തിക്കരുത് അള്ളാഹു തൃപ്തിപ്പെട്ട നിലക്ക് ചെലവാക്കരുത് ഞങ്ങൾ അങ്ങനെ റബ്ബ് കൊടുക്കുന്ന കടമ എത്തിക്കരുത് എല്ലാ ഭാഗത്തിലും അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അള്ള ചൊല്ലേ തിരിച്ച് ഞാൻ ഡബിൾ ആയി തന്റെ മാത്രമല്ല വലഹു അജ്റൻ കരീമ അത്യുന്നതമായ പ്രതിഫലം നിങ്ങൾക്ക് തന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാട്ടുണ്ട് റബ്ബ് പഠിപ്പാട്ടുണ്ട്
അതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 വിഷയം ഒരു ഹദീസിൽ പഠിപ്പാട്ടുണ്ട്. പ്രമുഖമായ 3 വിഷയത്തേക്ക് അള്ളാഹു റസൂൽ പഠിപ്പാട്ടുണ്ട്. മാ നഖസതു സദഖത്തുൻ മിൻ മാലിൻ വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ വമാ തവാദഅ അഹദു ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടുണ്ട്. മാ നഖസതു സദഖത്തുൻ മിൻ മാലിൻ, ദാനധർമ്മ ഏതൊരു സമ്പത്തിനെ കൊറോടി ആക്കില്ല ചൊന്തേറ്റിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദാനധർമ്മ കൊടുക്കുറുದು ഞങ്ങളെ സമ്പത്തിനെ കൊറോടി ആക്കില്ല ಅಂತೇಟಿಗೆ ಯಾರು പഠിപ്പാത്തಂಡೆ? ವಹೀದ್ ಅಡಿസ്ഥാನದ ಫಲಕ ಬರ್ರಿ ಮುಹಮ್ಮದ್ ಮುಸ್ತಫಾ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ പഠിപ്പാത്തಂಡೆ. ഞങ്ങൾ കൊടുത്തಂಟಾಗಿ ಅದು ഞങ്ങളെ സമ്പത്ത് കൊറോടി ആക്കുള്ളതല്ല, ബദലായിട്ട് ഞങ്ങളെ സമ്പത്തിനെ യാറാക്കിർദൈറ്റിക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാത്തಂಡೆ. രണ്ടാമത്തെ വിഷയ വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ, ഒരാൾക്ക് പുറത്തു കൊടുത്തത് കൊണ്ട് അള്ളാഹു ഞങ്ങളെ ഇസ്സത്ത് കീഴാക്കില്ല, ഞങ്ങൾ ഇസ്സത്ത് അള്ളാഹു കൊറടിയാക്കില്ല. മനസ്സിലായിട്ടാ? ഞങ്ങൾ ഒരാൾക്ക് പുറത്തു കൊടുക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഇസ്സത്ത് അള്ളാഹു എന്താക്കില്ല, കൊറടിയാക്കില്ല. ഈ ഭാഗത്തുണ്ടെങ്കിൽ മനസ്സിലാക്കണം അല്ലേ? ഞങ്ങൾ റമളാൻ തിങ്കളിൽ നോമ്പ് പിടിക്കിற, ഈ നോമ്പ് അനുഷ്ഠിക്കിற മനസ്സു നിറയെ ಇನ್ನೊತ್ತಟ್ಟಿಗೆ ಪಗೆಯಿಟ್ಟಿಕ್ಕು. ചിലപ്പോ അബ്ബം മട്ടിಗೆ അർത്ഥത്തിൽ ദയിക്കിറങ്ങ, കുടുംബത്തെ ഇളകുന്നൂത്തങ്ങട്ടെ അർത്ഥത്തിൽ ദയിക്കിറങ്ങ. ചിലപ്പോ തപ്പു അപ്പുറത്തെ ഭാഗത്തിൽ ഉണ്ടായെങ്കിലും സത്യവിശ്വാസി എന്ന നിലക്ക് ഞങ്ങൾക്ക് പുറത്തു കൊടുത്തിട്ടായി അത് ഞങ്ങളെ ദൗർബല്യത്തെ അല്ല, ബദലായിട്ട് ഞങ്ങളെ റബ്ബ് ഞങ്ങളെ ഇസ്സത്ത് ഉയർത്താതെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാത്തന്നെ. ചിലപ്പോ തപ്പ് അങ്ങനെ 100% ആ ഭാഗത്തിലേക്ക് തപ്പു എന്നുണ്ടായെങ്കിൽ ചിലപ്പോ എന്റെ ഇളകമൂത്തങ്ങൾ നടുക എന്തായാലും ഗലറ്റായി തറസ ചിലപ്പോ അപ്പുറത്തെ ഭാഗത്ത് തപ്പിണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ പുറത്തു കേട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹു നന്റെ ഇസ്സത്ത് കൊറടിയാക്കില്ല. പഠിപ്പാത്തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വമാ സാദ അല്ലാഹു യാറാക്കറ അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ, ഒരാൾക്ക് പുറത്തു കൊടുത്തിരിക്കുന്ന അള്ളാഹുവിന്റെ ഇസ്സത്ത് അവന്റെ ഇസ്സത്ത് അള്ളാഹു എന്താക്കറ യാറാക്കറ. മൂന്നാമത്തേത് വമാ തവാദഅ അഹദൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്, അള്ളാഹു വിനയ കാട്ടിട്ട് ജീവിച്ചെങ്കിൽ അള്ളാഹു അവന്റെ പദവിയുടെ ഉയർത്താൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് അള്ളാഹു ഞങ്ങൾക്ക് എന്തായെങ്കിലും ദുനിയാവുള്ള അനുഗ്രഹ തന്ന സമ്പത്ത് തരും, ചിലപ്പോ എന്തായെങ്കിലും അധികാര തരും, എന്നു തരും അള്ളാഹു അവന്റെ അനുഗ്രഹ ആയിട്ട്. അതുകൊണ്ട് ഞങ്ങൾ അഹങ്കരിക്കുവല്ല, ബദലായിട്ട് അള്ളാഹു ഞങ്ങൾ വിനയ കാട്ടി ജീവിച്ചെങ്കിൽ അള്ളാഹു ഞങ്ങളെ പദവിയുടെ ഉയർത്ത ചൊന്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ 3 പ്രമുഖമായ വിഷയത്തേക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാത്തന്റെ. അതിൽ ഞങ്ങളെ വിഷയ ഞങ്ങളെ സമ്പത്ത് കൊടുക്കുന്നത് കൊണ്ട് ഒരിക്കലും ഞങ്ങളെ സമ്പത്ത് എന്താവില്ല, കൊറോടിയാവില്ല ചൊന്തേറ്റിക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഒരു കച്ചവടത്തെ ഞങ്ങൾക്ക് പഠിപ്പാത്തണ്ട്, ഒരു മാന്യത്തെ ഞങ്ങൾക്ക് പഠിപ്പാത്തണ്ട്. ചന്ത രൂപത്തിലെ ബിസിനസ് ഞങ്ങാക്കറ, ചിലപ്പോ ആ ബിസിനസ്സിൽ ലാഭം ഉണ്ടാവും, ചിലപ്പോ ആ ബിസിനസ്സിൽ നഷ്ടം ഉണ്ടാവും. എന്നെങ്കിലും ഒരിക്കലും ഒരു നഷ്ടപ്പെടാത്ത ഒരു ബിസിനസ് ആയിട്ടേക്ക് അള്ളാഹു ഞങ്ങൾക്ക് പഠിപ്പാത്തണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനില് ഒരു കച്ചവടത്തെ പഠിപ്പാത്തണ്ട്. അത് ആരെ വിളിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു ചൊല്ലേ യാ അയ്യുഹന്നാസ് എന്നല്ല, എല്ലാ മനുഷ്യന്മാരെ വിളിച്ചിട്ടല്ല, ബദലായിട്ട് അള്ളാഹുടെ മേൽ ഈമാൻ വെച്ചിട്ടുള്ളേ മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു ചൊല്ലേ യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസിമാരെ, ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം, വേദനാജനകമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുള്ള ഒരു കച്ചവടത്തെ നിങ്ങൾക്ക് ഞാൻ അരിപ്പാട്ടി തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു കേൾക്കുത് എവിടിൽ നിന്ന്? നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തുന്ന പോലത്തെ ഒരു മാന്യത്തെ ഞാൻ പഠിപ്പാട്ടി നിങ്ങൾക്ക് തണ്ടേ, ഒരു കച്ചവടത്തെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പാട്ടി തണ്ടേ. എന്തായിട്ട് ആ കച്ചവടത്തിൽ ആക്കുനായത് 4 വിഷയ അള്ളാഹു സുബ്ഹാനഹു പഠിപ്പാത്തണ്ടേ. 4 വിഷയ. ഒന്നാമത്തേത് തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി, അള്ളാഹുടെ മേലും അവന്റെ റസൂലിന്റെ മേലും അടിവച്ച് വിശ്വാസം വെക്കണം. ആരുടെ മേല്? സൃഷ്ടിയാക്കി പരിപാലനാക്കിയിട്ടുള്ള അള്ളാഹുടെ മേൽ അടിവച്ച് ഈമാൻ. ആ ഈമാനിലെ ചെറിയ രൂപത്തിൽ ആരെ കൊടി പറയാത്ത പോലെ കാത്തു സൂക്ഷിക്കുന്നു. അതേപോലെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലിന്റെ മേൽ അടിവച്ച് വിശ്വാസം വെക്കുന്നു. എന്നിട്ട് അള്ളാഹു 3ാമത്തെ വിഷയം പഠിപ്പാത്തന്റെ വതുജാഹിദൂന ഫീ സബീലില്ലാഹ്, അള്ളാഹിന്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദാക്കറു. ഏതുകൊണ്ട്? ബിഅംവാലിക്കും, നിങ്ങളുടെ സമ്പത്ത് കൊണ്ട്, വഅൻഫുസിക്കും, നിങ്ങളുടെ ശരീരം കൊണ്ട്, ദാലികും ഖൈറുൽ ലക്കും, അത് നിങ്ങൾക്ക് ഖൈറായിട്ട് ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിവുള്ളങ്ങായിട്ട്.
നിങ്ങൾ അറിവുള്ളതായിട്ടിന്നുണ്ടെങ്കിൽ ഈ കച്ചവടം നിങ്ങൾക്ക് ഹൈറായിട്ടിക്കരുത്. അള്ളാഹുടെ മേൽ വിശ്വാസ, അവന്റെ റസൂലിന്റെ മേൽ വിശ്വാസ, അതേപോലെ സമ്പത്ത് കൊണ്ട്, അതേപോലെ ശരീരം കൊണ്ട് അള്ളാന്റെ മാർഗത്തിൽ നിങ്ങൾ ത്യാഗത്താക്കറു, ജിഹാദാക്കറു. അതിൽ സമ്പത്ത് പറഞ്ഞിട്ട് അള്ളാന്റെ മാർഗത്തിൽ ചെലവാക്കരുത്. ഈ കച്ചവടാക്കിയെങ്കിൽ അള്ളാന്റെ ഖുർആൻ പഠിപ്പത്തന്റെ ആ കച്ചവടം ഒരിക്കലും നഷ്ടത്തിലാവില്ല. അത് നഷ്ടത്തിലേക്ക് കൊണ്ട് കച്ചവടം അല്ല, കാലിൽ ലാഭം മാത്രമല്ലേ. അതുകൊണ്ടല്ലേ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പത്തന്റെ ഫത്തഖുന്നാറ, നിങ്ങൾ നരകത്തെ ഭയപ്പെടൂ. വലൗ ബിശഖ്ഖി തംറത്തിൻ ഫമൻ ലം തജിദ് ഫകലിമത്തിൻ തയ്യിബ, ഒരു പാതി ഈത്തപ്പഴ കൊടുത്തിട്ടെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് ബച്ചവാവുന്നു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഈത്തപ്പഴല്ല, അതിന് പാതി കൊടുത്തിട്ടെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് ബച്ചവാവും. ഇന്ന് അതും കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇല്ലേ, നല്ല ഒരു പലക്ക പറഞ്ഞിട്ടെങ്കിലും നരകത്തിൽ നിന്ന് ബച്ചവാവുന്നു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാണ്ട് പഠിപ്പാത്തന്റെ അത്തരം ഞങ്ങൾക്ക് ഇന്നുണ്ടെങ്കിൽ ഞങ്ങ അള്ളാഹുടെ മാർഗത്തില് ദാനാക്കു പ്രയത്നപ്പെടുന്നു സഹോദരന്മാരെ. അതുകൊണ്ട് ഇത്തരം നേരം ഞങ്ങൾ മനസ്സിലാക്കിയ അള്ളാന്റെ മാർഗത്തിൽ ചെലവാക്കരങ്ങളെ വിഷയത്തിലേറ്റിക്കത് യാതൊരു ഭയപ്പാട് വേണ്ട. ഇന്ന് വരെ ഇന്ന് തോറും അള്ളാന്റെ വജ ആഗ്രഹിച്ചിട്ട് അള്ളാഹു അനുമതിച്ച രീതിയിൽ സമ്പത്ത് ഉണ്ടാക്കിയിട്ട് ആ സമ്പത്ത് സക്കാത്ത് കൊടുത്ത് ഒരാളും തകർച്ച സംഭവിച്ചിട്ടില്ല. അള്ളാന്റെ വാഗ്ദാനം എത്തിക്കരുത്. കൊടുക്കുമ്പോ എങ്ങനെ കൊടുക്കണോ, ലിവജയില്ല, അള്ളാന്റെ വജ ആഗ്രഹിച്ച് കൊടുത്തെങ്കിലും പിന്നെ ആ സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കിയിട്ടാണ്. ആ സക്കാത്ത് കൊടുക്കുന്ന മുതലുണ്ടല്ലേ, അത് ആരമ്മ കട്ടിട്ട കൊന്നിട്ട അല്ലെങ്കിൽ വിടക്ക് തെരുളാക്കിയ സമ്പത്താവൂ തീര ബദലായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മൻദല്ലദി യഖുറില്ലാഹ ഖർളൻ ഹസനൻ, അള്ളാഹു നല്ല കട കൊടുക്കണം, അള്ളാഹു നല്ല സമ്പത്തിന്റെ കട കൊടുക്കണം. അങ്ങനെ കൊടുത്ത ഒരാളും തകർച്ച സംഭവിച്ചിട്ടില്ല. ചൊന്തായിട്ടിക്കര് അങ്ങ് മനസ്സിലാക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു തന്നെ സമ്പത്ത് അള്ളാഹു തൃപ്തിപ്പെട്ട മലക്ക് ചെലവാക്കല് യഥാർത്ഥ സത്യവിശ്വാസമാരുടെ കൂട്ടത്തില് അള്ളാഹു ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സത്യവിശ്വാസിമാരെ, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശത്തെ ജീവനത്തെ എല്ലാ ഘട്ടത്തിലും പാലിച്ച് ജീവിക്കുന്ന ಸ್ವಂತ ನಫ್ಸರ ಮರಕಂಟ ಓರೋತ್ತಟಿಗೆ ಉಪದೇಶ ಹಾಕೊಂಡಿಲ್ಲ, ವಸಿಯತ್ ಹಾಕೊಂಡಿಲ್ಲ. സഹോദരന്മാരെ, ഞങ്ങൾ മനസ്സിലാക്കിയ പറഞ്ഞ വിഷയ സകാത്തിന് സംബന്ധിച്ചെത്തിക്കരുത്, അള്ളാന്റെ മാർഗത്തില് ചെലവാക്കുന്ന മഹത്വത്തെ വിഷയത്തിലെത്തിക്കരുത്. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തി ഇറങ്ങിത്ത്, വിശുദ്ധ ഖുർആന്റെ 3-ാമത്തെ സൂറത്ത് 92-ാമത്തെ ആയത്തെ എത്തിക്കരുത്. ലൻ തനാലുൽ ബിർറ ഹത്താ യുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലിയ ഒരു പലക എത്തിക്കരുത്. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഏതൊരു വസ്തുണ്ട അതിൽ നിങ്ങൾ അള്ളാന്റെ മാർഗത്തെ ചെലവാക്കുറത്തോളം നിങ്ങൾക്ക് പുണ്യ കിട്ടല്ല. സ്വന്തമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാത്തല്ലേ, നിങ്ങൾ ഒരു വസ്തു ഇഷ്ടപ്പെട്ടുണ്ടല്ലോ അതിൽ അള്ളാന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവാക്കുറത്തോളം നിങ്ങൾക്ക് എന്ത് കിട്ടല, പുണ്യ കിട്ടല ಅಂತಾയിട്ട് അള്ളാഹു പഠിപ്പാത്തല്ലേ. ഈ ആയത്ത് ഇറങ്ങിയപ്പ മഹാനായ അബൂ ത്വൽഹ അൻസാരി റളിയല്ലാഹു അൻഹു അയാൾക്കൊരു തോട്ട ഇತ್ತು, നല്ല ഒരു ഈത്തപ്പഴത്തെ തോട്ട, നല്ല ലാഭ ಬಂಡದು. മാത്രമല്ല ഈ സ്വഹാബി അതിന് ಯಾರು ಇಷ್ಟಪಟ್ಟು ಇಂತು ಭಾರಿ ಪಿರ್ಸಪಟ್ಟು ಇನ್ನ ತೋಟ ಎತ್ತಿದ್ರು, ಭಯಂಕರ ಬೆಲ್ಲ ತೋಟ ಎತ್ತಿದ್ರು. ಅಬೂ ತ್ವಲ್ಹ ಅನ್ಸಾರಿ റളിയല്ലാഹു അൻഹു ಬೆಲ್ಲ തോട്ട എത്തിക്കരുത്. ഈ ആയത്ത് ഇറങ്ങിയപ്പ ആ സ്വഹാബി തന്റെ ആ തോട്ടത്തിൽ എന്താക്കിട്ട് അള്ളാന്റെ മാർഗത്ത് ദാനാക്കിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാത്തന്റെ തുഹിബ്ബൂന, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അല്ലെ, നിങ്ങളെ സമ്പത്ത് നിങ്ങൾ ഇഷ്ടപ്പെട്ടത് ആരും ഇഷ്ടപ്പെട്ടില്ലെന്ന് ചൊല്ലില്ല. എന്നിട്ടെങ്കിൽ ആ ഇഷ്ടപ്പെട്ടത് അള്ളാന്റെ മാർഗത്ത് ചെലവാക്കുത്തോളം നിങ്ങൾക്ക് പ്രതിഫലം കിട്ടല. ഇത് കേട്ട് ആ സ്വഹാബിമാരുടെ വിശ്വാസം നോക്കറു, അങ്ങനെ അള്ളാന്റെ മേലുള്ള ഈമാൻ നോക്കറു. അതേറ്റിക്ക് ഞങ്ങൾ മനസ്സിലാക്കൂല സഹോദരന്മാരെ. ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കൂല്ലത് ഈ സക്കാത്ത് ചൊല്ലിയത് അത് കൊടുക്കിടമുണ്ട് ഒരു ഔദാര്യമല്ല. അത് ഞങ്ങൾ മനസ്സിലാക്കും. ചെമ്മത്തെ ആൾമാർ തപ്പായിട്ട് വിചാരിച്ചോളൂ. സക്കാത്ത് ചൊല്ലിട്ടെങ്കിൽ നാണ് കൊടുക്കുന്ന ഒരു ഔദാര്യമായിട്ട് കണക്കാക്കണോ, വാസ്തവത്തിലല്ല. ഖുർആൻ ആ വിഷയത്തിൽ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് പഠിപ്പാത്തുണ്ട്. വഫി അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സാഇൽ വൽ മഹ്റൂം. സക്കാത്ത് മുതൽ ചൊന്നെങ്കിൽ ജീവനോപായ തടയൽപ്പെട്ടവന്റെ ഹക്കായിട്ട് കുറിച്ചൊന്ന് ഖുർആൻ. ജീവനോപായ ചൊന്നെങ്കിൽ അന്നേരത്തെ ചൊന്നെ സമൂഹത്തില് ബുദ്ധിമുട്ടു പ്രയാസപണ്ട് അങ്ങനെ ജീവിത മാർഗ തടയൽപ്പെട്ട് അങ്ക് എന്തും ഇല്ല,
അങ്ങനെ ഹക്കൈറ്റി കുറിച്ചുണ്ട് ഖുർആൻ. വഫി അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം. അതങ്ങനെ ഹക്കൈറ്റിക്കര് അല്ലാണ്ട് ನಾನು കൊടുക്കുന്ന ഔദാര്യമല്ല, നന്റെ ಸಂಪತ್ತಲ್ಲ. ಉದಾಹರಣೆಗೆ മനസ്സിലാക്കണ്ടെങ്കിൽ കൊറിയാൽ പൈസക്കാരന്മാരുള്ളൂ, ദുനിയാവ് കൊറിയാൽ പാവത്തങ്ങളുള്ളൂ. അപ്പൊ ഈ പാവത്ത് എല്ലാവർക്കും അള്ളാഹു ഒരേ രൂപത്തിൽ സമ്പത്ത് കൊടുത്തിട്ടില്ല ദുനിയാവില്. കൊറിയാൾക്ക് അള്ളാഹു കൊടുത്ത, കൊറിയാൾക്ക് അള്ളാഹു കൊടുക്കാണ്ടത് വെച്ച. അപ്പൊ ഈ കൊടുക്കാത്തങ്ങൾ പൈസയോടുണ്ടോ? അതായിട്ട് പ്രശ്നം. ഈ അള്ളാഹു ഈ ബുദ്ധിമുട്ടായിട്ട്, അതായത് ഇത്രമാത്രം പ്രയാസം വെച്ചിട്ട് ആൾമാർ സമ്പത്ത് അതായിട്ട് ഈ കൊടുത്തങ്ങൾക്കുള്ള 2% സകാത്ത് അങ്ങ് കൃത്യമായിട്ട് കണക്കാക്കിയിട്ട് അവന്റെ ഹക്കിന് തിരിച്ചു കൊടുത്തുണ്ടായെങ്കിൽ ഞാൻ നേരത്തെ ചൊന്ന പോലെ ആ പാവത്തോണ്ട് ജീവിത എപ്പമ്മ ഉദ്ധാറാവാൻ ഉണ്ടല്ലേ. അത് അവന്റെ പൈസ എത്ര കൊടുക്കോ ചൊന്ന അള്ളാഹു. ഉദാഹരണക്ക് ഒരു വർഷം നന്നിട്ട് ഒരു പൈസ വലിഞ്ഞിട്ട് അത് നിസാബ് എത്തിത്ത്, സക്കാത്ത് നിസാബ് എത്തിത്ത്, അതൊക്കെ കണക്ക് ചൊല്ലി ഒരു നേരമല്ല. ആ നിസാബ് എത്തിട്ടാകുമ്പോ ഒരു 100 രൂപയ്ക്ക് അള്ളാഹു എത്ര കൊടുക്കോ ചൊന്നെ? 2,600 രൂപ കൊടുക്കോ ചൊന്നെ. 2% ചൊന്നെങ്കിൽ 100 രൂപയിൽ 2,600 രൂപ പുറത്ത് കൊടുക്കണു. 97,600 നക്കൈക്ക് എല്ലാം കൊടുക്കും അള്ളാഹു ചൊന്നല്ല സക്കാത്ത്. 2,600 രൂപ ഇന്ന് അപ്പുറം കൊടുക്കും. അത് ബംഗാർ കഴിഞ്ഞത്ര 2,600 രൂപ 2% കൊടുക്കൂ. എല്ലാം കൊടുക്കും അള്ളാഹു സുബ്ഹാൻ ചൊന്നില്ല. ആ 2% കൊടുക്കുക ഇട്ടിക്കറി ഇന്റെ ആൾമാർ ബേജാറായിട്ടില്ലേ, ദുഃഖപ്പെട്ടുണ്ടല്ലേ. നന്റെ റബ്ബ് നക്ക് 97,000 രൂപ നക്ക് തന്നറ. ആ 2,600 രൂപ നാ കൊടുക്കുന്നത് എന്ത് വിഷമ കാട്ടണു, എന്തിക്ക് ബേജാറ് കാട്ടണു, എന്തിക്ക് ബേജാറ് കാട്ടണു സഹോദരന്മാരെ. അതൈറ്റിക്കർ അല്ല വെടിപ്പാട് തന്നെ. ഇത് ഈ ഹക്കൈറ്റിക്കറുണ്ട് മുതല്, ആ പാവപ്പെട്ടവന്റെ മുതലൈത്തിക്കര് അല്ലാണ്ട് നാണ് കൊടുക്കണേ ഔദാരി അല്ല ചൊന്തൈത്തിക്കര് അള്ളാഹു സുബ്ഹാനഹു വെടിപ്പാട് തന്നെ. അതുകൊണ്ടാ ഖുർആൻ ചൊന്നെ ഈ സമ്പത്ത് സന്താന ചൊല്ലിയത് ഒരു പരീക്ഷ മൈത്തിക്കര്. വഅലമു നിങ്ങൾ അറിയോറോ അന്നമ അംവാലുക്കും ഔലാദുക്കും ഫിത്ന. നിങ്ങളെ സമ്പത്തും നിങ്ങളെ സന്താനം നിങ്ങൾക്ക് ഒരു പരീക്ഷ എത്തിക്കര്. അള്ളാഹു ഉനക്ക് ധാരാളം സമ്പത്ത് തന്ന, നന്റെ തൃപ്തിപ്പെട്ട് തന്ന സ്വന്തം ആരും വിചാരിക്കണ്ട. ബദലായിട്ട് നക്ക് പരീക്ഷ ടെസ്റ്റ് ഇത്. ഇന്ന് തറാത്തവന് കിട്ടാത്തവന് പേരിക്കണ്ട. നന്റെ റബ്ബുനക്ക് അർസത്തിൽ തരാൻ തെച്ചിരമ അല്ല, അവനുക്കും അത് പരീക്ഷ. രണ്ടാൾക്കും പരീക്ഷ എത്തിക്കും. കിറ്റവന് പേരിക്കണ്ട. നന്റെ റബ്ബ് നന്റെ ഇഷ്ടപ്പെട്ട് തന്നെ അല്ല, നന്റെ പരീക്ഷാക്കോ തന്നെ. ഇതിനാ പാവപ്പെട്ടവന്റെ ഹക്കിന് നാം കൊടുക്കുന്ന ചൊന്ത അള്ളാഹു നന്നിട്ട് പരീക്ഷ ആക്കറ. റബ്ബ് സുബ്ഹാനഹു വ തആല നന്റെ പരീക്ഷ ആക്കറ. ഇന്നിത് കൊടുത്തില്ലണ്ടായി പല ആൾമാർ കൊടുക്കാണ്ട് കൂട്ടി വെക്കുന്നല്ലേ അല്ലെ. ഈ സക്കാത്ത് സമ്പത്ത് നന്നൊന്നല്ലേ സമുദായത്തിൽ എല്ലാ ആൾമാർ ഇത് കണക്കാർ കൊടുത്ത രൂപത്തിൽ കൊടുത്തുണ്ടായെങ്കിൽ ആറും പാവത്തവും ബാക്കിയാവില്ല. ഇന്ന് കൊടുക്കാണ്ട് കൂട്ടി വെച്ചക അങ്ങ പേരിക്കല് ഇത് നക്ക് ഹൈറായിട്ടിക്കര്, നക്കൊരു ഉലിത്തായിട്ടിക്കരുണ്ട് എന്നെങ്ക അള്ളാഹു പഠിപ്പാട്ടന്നെ ഉണ്ട് വിശുദ്ധ ഖുർആനില്. വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി ഹുവ ഖൈറുൽ ലക്കും ബൽ ഹുവ ശർറുൽ ലക്കും. അള്ളാഹു തന്നെ ഔദാര്യത്തിൽ നിന്ന് ജിപുണത്തെ കാട്ടങ്ങ, അതായത് അള്ളാഹു തന്നെ സമ്പത്തിൽ നിന്ന് അതിൽ കഞ്ചുസ്തന കാട്ടങ്ങ, അതിൽ കൊടുക്കാണ്ട് കൂട്ടി പൈக்கிறങ്ങ. അല്ല ചൊല്ല് ഹുവ ഖൈറുൽ ലക്കും, അതങ്ങൾക്ക് ഖൈറായതിന്റെ കരുതണ്ട. ബൽ ഹുവ ശർറുൽ ലക്കും, അങ്കത് ഷർറായിട്ടിക്കറ്. അതൊരു 2,600 രൂപ സക്കാത്ത് മുതൽ നണ്ടിട്ട് ഉണ്ടുണ്ടായെങ്കും അത് നക്ക് ഷർറായിട്ടിക്കറ്. കാരണം അതിലൂടെ ഞങ്ങൾ മനസ്സിലാക്കണ ഇത് പരലോകത്തിൽ വേറെ ശിക്ഷ ഉണ്ട് അല്ലാന്റെ പക്കല്ല കൊടുക്കാണ്ട്. എന്നെങ്കിലും ഞങ്ങൾ ഈ പാവപ്പെട്ടവന്റെ ഹക്കിട് കൊടുക്കാണ്ട് ആ കഷ്ടപ്പെട്ടവന്റെ പാടുണ്ടെങ്കിൽ അതൊരു മുഖം എന്താക്കറ കഷ്ടപ്പെടുത്തറ ಎಂತ ಆ ಮೊದಲೇ ನಂಡೆ ಐಷಾರಾಮಿ ಜೀವಿತ ನಾನು ಉಪಯೋಗ ಆಗ್ತದೆ ನಾನು ಮನಸ್ಸಿಲಾಕನು ನಾನು ಮರಿಕ್ರೈಕ್ಕೆ ಮುನ್ನೋಲು ಆ ಕೊಡುಕನಾಯ ಹಕ್ಕು ಎಂದ್ರಲ್ಲ ಉಂಡ ಅದು ಕೊಡುಕಂಡು ನಾನು ಬೆಚ್ಚಿಟ್ಟು ಅದ್ರ ಉಪಯೋಗ ಪಡ್ತೇನೆ ಆ ಸೊತ್ತು ನಂಡೆ ದುರಂತತೆ ಜೀವಿತಕ್ಕೆ ಮಾತ್ರಮೇ ಉಪಯೋಗ ಪಡ್ತಾರಲ್ಲ ಅಂಟೆ നല്ലതുക്ക് ഉപയോഗപ്പെടില്ല. ചിലപ്പോ അള്ളാഹു അത് മുഖേന എനിക്ക് മാരകമായി ശീക്കുതറും. ആ പൈസ എല്ലാം അതേ രൂപത്തിൽ ഒരു രൂപത്തിൽ നക്ക് നല്ലതുക്ക് അത് ചെലവാവില്ല. അത് ആരും കരുതണ്ട, ഒരാളും കരുതണ്ട. പാവപ്പെട്ടവന്റെ സക്കാത്ത് മുതൽ രണ്ട് മുട്ട കൂട്ടി വെച്ച് അല്ലല്ലേ അത് ഷർറൈറ്റിക്ക് അത് പരലോകത്തിൽ വേറെ ഇന്ന് ഭൂമി ലോകത്തില് അത് നിക്ക് നല്ലതുക്ക് ഉപയോഗപ്പെടല്ല. എന്തായാലും ഒരു രൂപത്തിൽ ഷർറിന്റെ അത് മാത്രമേ ചെലവാവല്ല అంటే അപ്പൊ അത് വേണം നിങ്ങക്ക്. ചിലപ്പോ നമുക്ക് വരും, ഞങ്ങളെ മക്കൾ അത് ചെലവാകും. ഇന്ന് കൊടുത്തതിലൂടെ ആർക്കും കൊറടിയാവില്ല സഹോദരൻ. ഞാൻ കണ്ടില്ല കുറെ നാൾ മുന്നേ സോഷ്യൽ മീഡിയത്തിൽ ഒരു വലിയ ബിസിനസ് മാൻ അതിൽ ചൊല്ലി ನಾನು പോയപ്പെട്ട 4 ಕೋಟಿ ಇಪ್ಪಟ್ಟ 6 ಕೋಟಿ ಸಕಾದು ನೋಕರು പോയപ്പെട്ട 4 ಕೋಟಿ കൊടുത്ത ഇപ്പട്ട 6 ಕೋಟಿ ರೂಪಾಯಿ 2 ಕೋಟಿ ಯಾರೈತೆ ಸಕಾದು കൊടുക്കും 2 ಕೋಟಿ ಕೂಡ സക്കാത്ത് കൊടുക്ക ಯಾರಾകുമ്പോ അതിലെ കച്ചവടം എത്ര ആറായിട്ട് അല്ല കച്ചവടം എത്ര ആയിട്ട് ഇന്നത് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ
ഒരിക്കലും ഞങ്ങൾ പേരിക്കന്നത് ഞങ്ങൾക്ക് ഹൈറായതെന്ത് ഒരിക്കലും പേരിക്കണ്ട സഹോദരന്മാരെ ഞങ്ങൾക്ക് അത് ഷർറായിട്ടേക്ക് ഞങ്ങളുടെ ജീവിതത്തിക്ക് അങ്ങനത്തെ മാർഗത്തിൽ മാത്രമേ ആ പൈസ ഞങ്ങൾക്ക് ചെലവാവിടെ ഇന്ന് അത് മാത്രമല്ല ഇത് റമലാൻ തിങ്കൾ ജക്കാത്തുമായിട്ട് റമലാൻ തിങ്കൾ ബന്ധപ്പെട്ട എന്ന് ചൊന്നിട്ടെങ്കിൽ ജക്കാത്ത് ചൊല്ലത് റമലാൻ തിങ്കൾ കൊടുക്കുന്ന ഒരു ഇബാദത്തല്ല ഒരു വർഷപ്പൂർത്തി നമ്മൾ എപ്പോ വേണേ കൊടുക്കാം എന്തെങ്കിലും റമലാനുമായിട്ട് അത് ബന്ധപ്പെട്ട എന്ന് ചൊന്നിട്ടെങ്കിൽ റമലാൻ ഞങ്ങൾ ശുദ്ധി നേടിയെടുക്കുക ആഗ്രഹിക്കുക ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ ശുദ്ധിയാക്കി എടുക്കുക അള്ളാഹുക്ക് തൗബാക്കി മടങ്ങുക അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തെ എല്ലാ രൂപത്തിലും ബെടുക്കത്തരത്തിൽ മുട്ടുനിക്കുക ഞങ്ങൾ പ്രയത്നമുണ്ട ആ സന്ദർഭത്തില് ഞങ്ങളുടെ സമ്പത്തും ശുദ്ധീകരിക്കണു അതിൽ ഇന്നൊത്തര ഹക്ക് കൂടിയിട്ടെങ്കിൽ ആ സമ്പത്ത് ഇടീ ഹറാമായ സമ്പത്തായിട്ട് പോകും എന്തെങ്കിലും ആ മനുഷ്യൻ അള്ളാഹുട്ടിಗೆ ದುವಾರ್ನೆಂಟಂಗೆ ആ ദുആക്ക് കബൂലാക്കി വെച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ അല്ലെ ഇതാ ഇന്ന് പണ്ടത് അവസാനത്തെ 10 ജാവുള്ള പണ്ടല്ലേ സഹോദരന്മാരെ ആ ജാവ് ഞങ്ങൾ ഫുള്ള് ഹയാത്താക്കണം അല്ലേ സഹോദരന്മാരെ എന്നിട്ട് ഞങ്ങൾ കണ്ണിൽ തന്നിട്ട് അള്ളാഹുവിനക്ക് നീ പുറത്തു തരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ റബ്ബ് ഒരു അടിമ അള്ളാഹുവിന്റെ കൈ ഉയർത്തിട്ട് യാ റബ്ബ് അള്ളാഹുവിനക്ക് നീ പുറത്തു ചൊന്നിട്ട് ഇങ്ങനെ കണ്ണിൽ തന്നിട്ട് പ്രാർത്ഥിക്കണോ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅന്നാ യുസ്തജാബു ലഹു അവനിക്ക് എങ്ങനെ ഉത്തരം കിട്ടും കാരണം ഹറാം അവൻ തിന്നത് ഹറാമരുത് ഹറാം അവൻ കുടിച്ചത് ഹറാമരുത് ഹറാം അവൻ ഇട്ടത് ഹറാമരുത് എന്നിട്ട് ഓൺ അള്ളാഹു അള്ളാഹ് അവനക്ക് പുറത്തു തരുന്ന അള്ളാഹു ആ ദുആത്തെ സ്വീകരിക്കില്ല ചൊല്ല് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്ത് മുതല് രണ്ടൊട്ടിಗೆ വെച്ചിട്ട് അതുകൊണ്ട് അത് മുഖേന ನಾನು ಐಷಾರಾಮ ಜೀವಿತ ಹಾಕಿತ್ತು ರಮಲಾನ್ ತಿಂಗಳಲ್ಲ ಲೈಲത്തുൽ ഖദർ ഇനി ഏത് ജാവും വെച്ച് പ്രാർത്ഥിച്ചെങ്കിൽ അവന്റെ ദുആക്ക് ഉത്തരം ഇല്ല ചൊന്ന് പഠിപ്പാട്ടന്റെ നേതാവായിട്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാട്ടന്റെ സഹോദരന്മാരെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടന്റെ ഒരിക്കലും അവന്റെ ദുആക്ക് ഉത്തരം കിട്ടില്ല അത് മാത്രമല്ല കുടുംബ ബന്ധത്തെ മുറിച്ചു കല്യാണങ്ങളെ അങ്ങനും അല്ലാഹു ദുആത്തെ അല്ലാഹുവിന്റെ പക്കലത് ഉയർത്തില്ല ചൊത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടന്റെ ബന്ധങ്ങളും ഞങ്ങൾ ശരിയാക്കണം ഞങ്ങൾ കുടുംബ ബന്ധങ്ങളെ ഞങ്ങൾ നല്ല രൂപത്തിൽ ശരിയാക്കണം അർസത്തിൽ പകൽ വെച്ച് റമലാൻ തിങ്കൾ നോമ്പ് പിടിച്ചിട്ട് ഒരു കാര്യമില്ല അള്ളാഹുക്ക് തൗബ കൊനേറ്റ് ഒരു കാര്യമില്ല കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു എല്ലാവരും പുറത്തു കൊടുക്കുക ഒരാൾക്ക് പുറത്തു കൊടുക്കില്ല ബന്ധങ്ങളെ മുറിച്ച് കഴിഞ്ഞവನು ആ ബന്ധം ശരിയാക്കുന്നോളം അള്ളാഹു അവനക്ക് മാഫാക്കി കൊടുക്കില്ല ചൊന്തായിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാട്ടന്റെ അതുകൊണ്ട് സഹോദരന്മാരെ മനസ്സിലാക്കണം ಅಲ್ಲಿ ಸಂಪತ್ತು ಕೂಟಿ ಬೆಚ್ಚಂಟೆಂಗೆ ಒರ್ಕಲು ಅದು ನಂಗೆ ಹೈರಾಯದಲ್ಲ ಅದು ನಂಗೆ ಶರ್ರಾಯದೆ ಇನ್ನು ಅವಸಾನമായി ചൊല്ലുകില്ല സഹോദരന്മാരെ സക്കാത്ത് മുതല് ഞങ്ങൾ ഇപ്പൊ കൊടുത്തു വീടുമ്പോ ഞങ്ങൾ ആൾമാട്ടെ പല ആൾമാർക്ക് ഒരു സ്വഭാവം ഉണ്ട് ನಾನು ಅವನಿಗೆ സക്കാത്ര പൈസ കൊടുത്തെ ನಾನು ಅವನಿಗೆ സക്കാത്ര പൈസ കൊടുത്ത ചൊന്തു സഹോദരന്മാരെ അത് ചൊന്ന് കാട്ടത് ഒരു കീഴ്മട്ടത്തെ സ്വറായിത്തിക്കർ കാരണം എന്റെ ഒരു ഉദാഹരണം ചൊല്ല ഒരാൾക്ക് ഞങ്ങൾ കടയെത്ത സഹോദരന്മാരെ ആ കടത്തെ ഞങ്ങൾ അവനിಗೆ തിരിച്ചു കൊടുത്ത ഞങ്ങൾ 10 ആൾക്ക് ചൊല്ലമ ನಾನು എന്റെ കടത്തെ കൊടുത്ത நான் உனக்கு கடத்தை கொடுத்தேன்னு சொல்லமா அதே போல ஜக்காத் சொன்னீங்க நான் உண்ட ஹக்கட கொடுத்தது அது 10 ஆள்கிட்ட சொல்லவுள்ளதல்ல ಬದಲಾಯ್ತು ಅದರಲ್ಲೂടെ ನಂಗೆ ಅಲ್ಲಾಹು ಪ್ರತಿಫಲ ಅಂತ ವಿಶುದ್ಧ ಕುರಾನ್ ಚೊಂದಿಲ್ಲೆ ಯಾ ಅಯ್ಯುಹಲ್ಲದೀನ ಆಮನು ಏ ಸತ್ಯ ವಿಶ್ವಾಸ ಮಾರೆ ಲಾ ತುಬ್ತಿಲು സദഖാതുകും ബിൽ മന്നി വല്ലദ നിങ്ങ എത്തദ്ര കാട്ടി ചൊൻ തങ്ങളെ പീഡിപ്പിച്ചിട്ട് നിങ്ങളെ ദാനധർമ്മത്തെ നിഷ്ഫലാക്കണ്ട ചൊത്ത് വിശുദ്ധ ഖുർആൻ ആരംഭിച്ചല്ലേ മുഅ്മിനീങ്ങളെ നിങ്ങൾ കൊടുത്തദ്രെ എൽത്ത് ചൊന്നിട്ടോ അങ്ങനെ പീഡിപ്പിക്കരെ എങ്ങനെ പീഡിപ്പിക്കരെ അല്ലെ ഒരാൾക്ക് ഞങ്ങൾ സക്കാത്ത് പൈസ കൊടുത്ത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹായിച്ചെങ്കിൽ 10 അല്ലെത്ര ആ മനുഷ്യന്റെ നിപ്പാട്ടി ഞങ്ങൾ ചൊല്ലേ ഓനുക്ക് ഞാൻ അന്ന് സക്കാത്ത് പൈസ കൊടുത്തേ ഓന് സഹായിച്ചത് കൊണ്ട് ഉന്നതമായ മാർഗത്തിൽ എത്തരെ അങ്ങനെ അതൊരു അങ്കൊരു പീഡന അവിടെ അങ്ങനെ ഇജ്ജത്ത് ഭംഗപണ്ട കാര്യം ಅವರು അങ്ങനെ ആക്കണ്ട അങ്ങനെ ആക്കിയിട്ട് നിങ്ങൾ കൊടുത്തത് നിഷ്ഫലാക്കണ്ട അതേ ചൊന്നെ സക്കാത്ത് പൈസ കൊടുത്തದ್ರೆ ಅದ್ರ 10 ಅಲ್ಲ ಚೊಲ್ಲ ಅದರ ಕೀಳ್ಮಟ್ಟದ ಸ್ವರೈತಿಕರೆ ನಾನು ನನ್ನ ಹಕ್ಕಡ ನಾನು ಕೊಡ್ತೆ ಅದ್ರ 10 ಅಂತ ಚೊಲ್ಲೋ ಇಲ್ಲ ಸಹೋದರಮಾರೆ ಅದು ಅವನ ಹಕ್ಕಡ ನಾನು ಕೊಡ್ತೆ ಅವನ ಕಡತೆ ನಾನು ಕೊಡ್ತೆ ಹತ್ರ ಇಟ್ಟಿಗೆ ನಾನು ಮನಸ್ಲಾಕೊಳ್ಳದು ಎಂತ ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ಪಡಿಪತನ್ನೆ ಕಲ್ಲದಿ ಯುಂಫಿಕು ಮಾಲಹು ರಿಆ ಅನ್ನಾಸ್ ವಲಾ ಯುಮಿನೂನ ಬಿಲ್ಲಾಹಿ ವಲ್ ಯೌಮಿಲ್ ಆಖಿರ್ ಅಲ್ಲಾಹ್ರ ಮೇಲೆ ಪರಲೋಕದ ಮೇಲೆ ವಿಶ್ವಾಸ ಬೇಕಾತಂಗ ಅಂಗ ചെലവാക്കുള്ളൂ അങ്ങനെ പോലെ നിങ്ങൾ ആവണ്ട ചൊന്ത ഖുർആൻ പഠിപ്പാട്ടന്റെ പരലോകത്തെ മേൽ വിശ്വാസ ಬೇಕಾತಂಗ
സമയത്ത് ഇത്തരത്തിലുള്ള ആൾമാർ ഈ കോർട്ടെതിരെ എത്തു ചൊല്ലുക, അള്ളാഹുടെ മേൽ വിശ്വാസത്തില്ലാത്ത ആൾമാർ ഈ കോർട്ടെതിരെ എത്തു ചൊല്ലുക, എന്നിട്ട് അവന്റെ ഇജ്ജത്ത് ഭംഗ പറപ്പാട്ടെ, അവന്റെ പീഡിപ്പിക്കൽ അത് മുഖേന വർഷമായി ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെ തന്നിര ആൾമാർ മുതൽ ഇങ്ങനെ ചൊന്നുപാട്ടത് അങ്ങനെ ആക്കണ്ട ചൊന്തൈറ്റിക്ക് വിശുദ്ധ ഖുർആൻ അങ്ങനെ ആക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുടെ മേലും പരലോകത്തെ മേലും നിങ്ങൾക്ക് വിശ്വാസമില്ല. ഒന്നോ രണ്ടാമത്തേത് നിങ്ങൾ ആക്കിയതെല്ലാം നിഷ്ഫലമായിട്ട് പോണ്ട് ചൊന്തൈറ്റിക്ക് അള്ളാഹു പഠിപ്പാത്തന്നെ. അതുകൊണ്ട് മാന്യ സഹോദരന്മാരെ, ഈ ഖുത്ബത്തെ അവസാനം ചൊല്ലേ സൂറത്ത് മുനാഫിഖൂനിൽ 63-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാത്തന്നെ, വഅൻഫിഖു മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതി അഹദകുമുൽ മൗത്ത്, ഞങ്ങൾ തന്നെതിരെ നിങ്ങൾ ചെലവാക്കറോ ഏതുക്കുമുന്നോളൂ അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ അൻ യഅതി അഹദകുമുൽ മൗത്ത്, നിങ്ങൾക്കൊരു മരിപ്പ് ബണ്ടതുണ്ടോ, നിങ്ങൾക്കൊരു മരണ ചൊല്ല് ബണ്ടതുണ്ടോ, അതുക്ക് മുന്നോളൂ ഞങ്ങൾ എന്ത് നിങ്ങൾക്ക് തന്നോമാ അതിൽ നിങ്ങൾ ചെലവാക്കറോ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു പഠിപ്പാത്തന്നെ, ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, എന്നെങ്കിൽ മരണാസന്നാകുമ്പോ ചില ആൾമാർ അല്ലാഹുവിനെ കേടി ആഗ്രഹിക്കുന്നു, അല്ലാഹുവേ ചെറിയ ഒരു സമയത്ത് അല്ലാഹുവേ ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, തെല്ല സമയത്ത് അല്ലാഹുവേ ഫഅസ്വദ്ദക, നാ സദഖ കൊടുക്കുന്ന അല്ലാഹുവേ, വഅകും മിനസ് സ്വാലിഹീൻ, നാ സ്വാലിഹായിട്ട് ജീവിക്കുന്ന അല്ലാഹുവേ. ഇത് എപ്പോ ചൊല്ലുന്നത് അല്ലാഹു ഇങ്ങനെ സദഖ കൊടുക്കുകയും സ്വാലിഹായിട്ട് ജീവിക്കുകയും അല്ലാഹു എപ്പോ ചൊല്ല ആയത്തില് അയ്യഅതിയ അഹദകുമുൽ മൗത്ത്, മരണം പണ്ടേക്ക് മുന്നോളൂ നിങ്ങൾ അത് ആക്കൊണ്ട് ചൊന്തു. മരണം വന്നതിൽ പിന്നെ ഇതൊന്ന് കേന്ദ്ര പ്രകടനാക്കിയിട്ട് ഒരു കാര്യമില്ല. വലയ്യു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ, ഒരുത്തര അജൽ എത്തണ്ടെങ്കിൽ ഒരുത്തര മരണത്തെ സമയത്തുണ്ടെങ്കിൽ പിന്നെ ഒരു ചെറിയ സെക്കൻഡ് പോലും അള്ളാഹു അവനക്ക് നീട്ടി കൊടുക്കില്ല. അവന്റെ മരണത്തോടു കൂടി അവന്റെ അവസാനിപ്പിച്ച് സ്വന്തമായിട്ട് ഈ ദുനിയാവിടെ ചെയ്ത വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പാത്തന്റെ. അതുകൊണ്ട് മാന്യ സഹോദരന്മാരെ, പാഠവർക്ക് ചൊന്നിട്ടില്ല ചൊല്ലെ നണ്ടിട്ടും കേക്ക് നിങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സക്കാത്തിന്റെ ഭാഗത്തില് ഭാരി സൂക്ഷ്മത പാലിക്കണം. ഞങ്ങൾക്ക് എന്തൊക്കെ ലാഭദായകമായിട്ട് ബണ്ടതുണ്ടാ അതൊക്കെ അല്ലെ എന്തെല്ലാം ഉണ്ടോ. ഉദാഹരണം പൈസത്തെ സക്കാത്തുണ്ടോ, ഗോൾഡ് കൊടുക്കുന്നത് സക്കാത്തുണ്ടോ, അതേപോലെ ബെല്ലിക്ക് സക്കാത്തുണ്ടോ, കച്ചവടത്ത് ബിസിനസ് സക്കാത്തുണ്ടോ, ഞങ്ങൾ അവത്ത് ജാനുവാറുണ്ടാ ಅದಕ್ಕೆ ಲಾಭ ಬಂಡ ಅದಕ್ಕೂ ಜಕಾತ್ ಕೊಡ್ಕೊಂಡು ನಂಗೆ ಅಗ್ರಿಕಲ್ಚರ್ ಆಕ್ರಮ ಅದಕ್ಕೂ ಜಕಾತ್ ಉಂಡು ನಂಗೆ ಒಂದು ಪಕ್ಕ ಉಂಡು ಅದು ವರ್ಷ ಅದರ ರೇಟ್ ಏರಿಕೊಂಡು ಅದಕ್ಕೂ ಜಕಾತ್ ಕೊಡ್ಕೊಂಡು ഇങ്ങനെ ലാഭദായകമായിട്ട് എന്തൊക്കെ ബണ്ട അതൊക്കെ സക്കാത്ത്. ഈ സക്കാത്ത് ആര് മുതല് ആരെ ഹക്ക് പാവത്തവന്റെ ഹക്ക് എത്തിക്ക സ്വന്തമായിട്ട് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു തന്നെ സമ്പത്തില് അള്ളാഹു ചൊന്ന രൂപത്തില് അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് ചെലവാക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തില് അള്ളാഹു ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് അനുഗ്രഹിക്കട്ടെ.